ഹാൻഡ് വീക്കപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റീൽ നെറ്റ് ഉപയോഗിച്ചിട്ട് വീട്ടിൽ ഈസി ആയിട്ടൊരു മുയൽ കൂട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ആയിട്ട് അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനിവിടെ മുയൽ കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 mm ഒരു നെറ്റും 40 mm ഒരു നെറ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. 5 അടിയാണ് ഈ നെറ്റിൻ്റെ ഉയരം. ആദ്യം നമുക്ക് കൂടിൻ്റെ അളവ് കട്ട് ചെയ്തെടുക്കാം. താഴത്തെയും മുകളിലെയും പീസ് 2 അടി വീതിയും 2 സൈഡ് കവർ ചെയ്യാനുള്ളത് 1.25 അടിയുമാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് 3 ആയി പാർട്ടീഷൻ ചെയ്യാനുള്ള ചെറിയ 4 പീസുകൾ കൂടി കട്ട് ചെയ്യാം. താഴത്തെ പീസിനേക്കാളും മുകളിലെ പീസ് കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. മുറിച്ചെടുത്ത എല്ലാ പീസിലും ആദ്യം 2 ഭാഗത്തും മെറ്റൽ പ്രൈമർ അടിച്ചു കൊടുക്കാം. പ്രൈമർ നല്ലോണം ഉണങ്ങിയ ശേഷം പെയിന്റ് കൂടി അടിച്ചു കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പെയിന്റ് നല്ല ഉണങ്ങിയ ശേഷം താഴ്ഭാഗത്തെയും 2 സൈഡ് ഭാഗത്തെയും നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 3 കൂടായി സെറ്റ് ചെയ്യാനുള്ള നടുഭാഗത്തെ പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അവസാനം മുകൾ ഭാഗത്തെയും കൂടി വലിയ നെറ്റ് ജോയിൻ ചെയ്യാം. ഈ നെറ്റ് കുറച്ച് ബെൻഡാക്കിയിട്ട് ജോയിൻ ചെയ്താൽ എളുപ്പം ജോയിൻ ചെയ്യാൻ കഴിയും. ഇനി 3 ആയി സെറ്റ് ചെയ്ത കൂടിന്റെ ഡോർ അളവ് മുറിച്ചു മാറ്റാം. ഇതേ അളവിൽ ബാക്കി 2 കൂടിന്റെയും ഡോർ അളവ് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് വലുപ്പത്തിൽ കൂടിലേക്കുള്ള 3 ഡോർ കട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ഭാഗത്ത് കമ്പി വളച്ച് ഈസിയായി ഡോർ ഫിറ്റ് ചെയ്യാം. ഈ കാണുന്ന പോലെ ചെറിയൊരു കമ്പി വളച്ചെടുത്ത് ഇതിന്റെ ഡോർ ലോക്കും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ 3 ഡോറും കൂടി നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. മുയലിന് കുടിക്കാനുള്ള വെള്ളത്തിനായിട്ട് ഒരു വാട്ടർ ബോട്ടിലും ഇതുപോലത്തെ പൈപ്പും നിപ്പിളും ഉപയോഗിച്ച് കൂട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം.
ഈ നിപ്പിൾ സെറ്റ് ചെയ്യാൻ അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഈ സ്പ്രിങ് ഉപയോഗിച്ച് കൂട്ടിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൈപ്പിൻ്റെ എൻഡ് ഇതുപോലെ കെട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ പൈപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ക്ലീൻ ചെയ്ത് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക. കൂട്ടിലേക്കുള്ള വെള്ളം എത്താൻ വേണ്ടിയിട്ട് പൈപ്പ് കണക്ഷൻ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ലീക്കാകാതിരിക്കാൻ നൂല് ചുറ്റിയിട്ട് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൂട് കുറച്ച് പൊക്കത്തിലാക്കി വെക്കാൻ പഴയ 3 സ്റ്റാൻഡ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പികളിലെല്ലാം പ്രൈമറും പെയിൻറ്റും അടിച്ച് സെറ്റാക്കി എടുക്കാം. ഇതുപോലത്തെ കെട്ടുകമ്പി ഉപയോഗിച്ചാണ് കൂട് സ്റ്റാൻഡിൽ കെട്ടിപ്പിടിപ്പിക്കാൻ പോകുന്നത്. ആദ്യം ഈ കമ്പി സ്റ്റാൻഡിൽ കെട്ടിവെച്ച ശേഷം കൂട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൂടിൻ്റെ മുകൾ വശത്തായി വാട്ടർ ബോട്ടിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. മൂന്ന് കൂടിലേക്കായിട്ട് ഞാനിവിടെ 4 മുയലാണ് വിടാൻ പോകുന്നത്. ബോട്ടിലിൽ വെള്ളം നിറച്ചു കൊടുക്കാം. മുയലിനുള്ള പുല്ല് ഈ മുകൾ വശത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കൂടിൻ്റെ മുകൾ വശത്തെ നെറ്റ് വലിയ കണ്ണികളാക്കാനുള്ള കാരണം ഈ പുല്ല് മുകളിൽ വെച്ച് ആവശ്യത്തിന് മുയലെടുത്ത് കഴിക്കുന്ന രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുയൽ കൂടിനകത്ത് പുല്ല് വയ്ക്കാറുണ്ട്. ആ പുല്ലിൽ മുയൽ ചവിട്ടിയാൽ വീണ്ടും അത് കഴിക്കില്ല. അപ്പോൾ കൂടിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനായിട്ടുള്ള പുല്ല് അതെടുത്ത് കഴിച്ചോളും.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.